നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ അഞ്ചാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമ്മളെ പിന്നെ മുട്ടിൽ എഴുതാമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. അല്ല, ഈ റോണി കെ ബേബി ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്ന അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് കരുതിയിരുന്നത്. മുട്ടിലിഴഞ്ഞു. എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടു കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? ഇന്ത്യയുടെ DGMO പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസമില്ല. അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? നിങ്ങളോട് പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾക്ക് ആർമിയെ വിശ്വാസമില്ല, നിങ്ങൾക്ക് ഗവൺമെന്റിനെ വിശ്വാസമില്ല, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതവൻ കൊണ്ടുപോയിട്ടാ. വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യ ഔരത്തെന്ന് വിളിച്ചത്? ഒബാമ 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 എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കരയും എന്ന് പറഞ്ഞത്? അപ്പൊ അതെന്തായിരുന്നു? മുട്ടിലെഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മുട്ടിലഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്. 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ പറയാൻ കഴിയോ? കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് നിന്നാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പ് 2004 തൊട്ട് 2014 വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറി ഇരുന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് 5 സൈനികരുടെ തലയറുത്തോണ്ട് പോയപ്പോ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ 64 MP കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറേ കോൺഗ്രസിനുള്ളത്. ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീസ് ഫയർ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി. നിങ്ങൾ ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിനെ തരം താഴ്ത്തരുത്. ഒരു മാറ്റവും ഇല്ലല്ലോ. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ അഞ്ചാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്.